എല്ലാവരും നമ്മൾ ആദ്യം പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ എന്റെ പരിമിതമായ അറിവുകളിൽ ഇങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈപ്പോസക്ഷൻ ചെയ്യണം, വണ്ണം മുഴുവൻ ഇവിടെ അവിടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് വെക്കുന്ന വെയിറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ എത്ര വെയിറ്റ് റെഡ്യൂസ് ചെയ്തിരുന്നാലും, നമ്മൾ എത്ര ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്നാലും, ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ വയറിൽ 2 മസിലുണ്ട്, ഇങ്ങനെ റെക്ടസ് എന്ന് പറഞ്ഞിട്ട് മസിലുണ്ട്. അപ്പം നമുക്കിങ്ങനെ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ബേബി വന്നിട്ട് ഇങ്ങനെ മിഡ് ലൈനിൽ ഇരിക്കുന്ന മസിൽ കുറച്ച് ഇങ്ങനെ സ്ട്രെച്ചായി അകലും. അപ്പം ഇത് നമുക്ക് ഡയറ്റ് ചെയ്തതുകൊണ്ടോ വർക്കൗട്ട് ചെയ്തതുകൊണ്ടോ മിഡ് ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാറ്റ് പോക്കറ്റ്സ് നമ്മൾ ലൈപ്പോസക്ഷൻ കൊണ്ട് കോൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് യൂഷ്വലി കിട്ടും. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും വെയിറ്റ് കൂടിയ ഒരാൾക്ക് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യാം, പക്ഷെ അവർ ആ ഒരു കംപ്ലീറ്റ്ലി അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരില്ല. അവിടെയാണ് ഈ പറഞ്ഞ പോലെ പേഷ്യന്റ് ചൂടാവുകയും അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അവർ എക്സ്പെക്ടേഷൻ ആ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ. ഞാൻ പറഞ്ഞില്ലേ 140 കിലോ ഉള്ള ആളെ പിടിച്ചിട്ട് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5-6 ലിറ്റർ ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് അത് എടുക്കാൻ പറ്റുന്ന സേഫ് ലിമിറ്റ് ഫാറ്റിന്റെ ഒരു പെർസെന്റേജ് ഉണ്ട്. അപ്പൊ അതിന് താഴെയാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചിട്ടാണ് ഫാറ്റ് എടുക്കുന്നത്. അപ്പം ഒരു 140 കിലോ ഉള്ള ഒരാളെടുത്ത് നമുക്ക് അത്ര ഫാറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓവറോൾ അയാൾക്കൊരു ചേഞ്ച് അങ്ങനെ വരില്ല.